ഗായ്സ്, നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് നമ്മൾ ഇന്നലെ പർച്ചേസ് ചെയ്ത ബാഗാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ. നമ്മൾ മോർണിംഗ് തന്നെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫിലോമിന ചർച്ച് ആയിരുന്നു. മോർണിംഗ് എത്രയോ സമയം വരെ ഉള്ളൂ ഈ ചർച്ച് ഓപ്പണ്. സോ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ മോർണിംഗ് വന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചാണ് ഈ ഫിലോമിന ചർച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കരിങ്കല്ല് കൊണ്ടാണ് ഇതൊക്കെ പണിതിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ പണിതതാണ്. റോമൻസുകാരൊക്കെ വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ വലിയ ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. വലിയ പ്രാർത്ഥന അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല തോന്നുന്നു. എനിവേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടാവുമല്ലോ, ഊഹിക്കാവുന്നതുള്ളൂ. സോ അടിപൊളിയായിരുന്നു. നമ്മൾ ഉള്ളിലേക്ക് കയറുന്നവരുള്ള വീഡിയോസ് ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കാണാതെ എടുത്ത കുറച്ച് ക്ലിപ്സുകളുണ്ട്, നമ്മൾ കാണിച്ചു തരാം. മുന്നത്തെ ഭാഗത്തിൽ ഭയങ്കര ഇതായിരുന്നു, സിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇതൊരു അണ്ടർഗ്രൗണ്ടാണ്. ഇവിടെ അതേപോലെ യേശുക്രിസ്തുവിൻ്റെ അമ്മ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ അവരെ കുറച്ച് എഴുത്തും കുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. എനിവേ കാണാൻ പുറത്തായിരുന്നു ഏറ്റവും ഭംഗി. അവിടുന്ന് ഞങ്ങൾ നേരെ സെയിം റൂട്ടിലായിരുന്നു കാർ മ്യൂസിയം. ഞങ്ങൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിട്ട് കാർ മ്യൂസിയം ഇപ്പോൾ പുതിയത് വന്നതാണ്. എത്ര മാസങ്ങളായിട്ടുള്ളൂ തോന്നുന്നു ഓപ്പൺ ആയിട്ട്. സോ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പണ്ടത്തെ കാലത്ത് എല്ലാ വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയും കാര്യങ്ങളാണ് പുതിയതായതുകൊണ്ടും. പിന്നെ അതേപോലെ പബ്ലിസിറ്റി കിട്ടി തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നു. ഈ വണ്ടി ഭ്രാന്തന്മാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇക്കാര്യത്തിൽ. സോ നമ്മൾ ഇതാണ് ഇതിൻ്റെ ഒരു പുറത്തുനിന്നുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ എത്ര 50 എന്തോ ആണ് ടിക്കറ്റിൻ്റെ പ്രൈസ്. നല്ല വെർത്തായിരുന്നു. സോ അന്നത്തെ കാലത്ത് ആ ഒരു രാജാവിൻ്റെ ആണ് ഈ വെഹിക്കിൾ. ആ പോസ്റ്ററിൽ കാണുന്ന ചങ്ങായിയാണ് അതിൽ ഇതായിട്ടുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഓരോ വെഹിക്കിൾസ് കാണിച്ചു തരാം. പണ്ടത്തെ കാലത്തെ ബെൻസും BM-ഉം അതേപോലെ റേഞ്ച് റോവർ അങ്ങനത്തെ എല്ലാ, അതേപോലെ കാളവണ്ടി അങ്ങനത്തെ എല്ലാ ടൈപ്സ് വെഹിക്കിൾസും നമുക്കിവിടെ കാണാം A to Z. അതേപോലെ പണ്ടത്തെ കാലത്തെ ഒരുപാട് പാത്രങ്ങൾ, അതേപോലെ തോക്ക്, വാള്, ഉറുമി, അങ്ങനെ ഇത് വണ്ടിൻ്റെ ഉള്ളിലത്തെ എൻജിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടിൻ്റെ എല്ലാ പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. എനിവേ നമുക്ക് എന്തായാലും ഇതൊന്ന് കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല, നമുക്കൊന്ന് കണ്ടോക്കാം. ഓക്കെ.
നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ പാലസ് ആണ്. ഇവിടെ ടിപ്പു സുൽത്താൻ്റെ ഡ്രോയിങ്സ്, അതേപോലെ മക്കള്, ഫാമിലി, അതേപോലെ ലാസ്റ്റ് യുദ്ധം, അതിൻ്റെയൊക്കെ ഫോട്ടോസും സ്റ്റോറീസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു അതേപോലെ ടിപ്പുവിൻ്റെ ഡ്രസ്സ്, അങ്ങനെ മൂപ്പര് യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളും, അതേപോലെ മൂപ്പരെ ഒരു ഷോർട്ട് ഹിസ്റ്ററിയാണ് ഈ ഒരു കൊട്ടാരത്തിൽ കാണിക്കുന്നത്. സോ ഇവിടുത്തെ ഡ്രോയിങ്സും അതേപോലെ കൊത്തുപണികളും ഇതേമാതിരി ഭയങ്കര ഇഷ്ടമായി എനിക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മക്കളുടെ ഡീറ്റെയിൽസ്, അതേപോലെ മക്കൾ ബ്രിട്ടീഷുകാരെ മുന്നിൽ സറണ്ടർ ആയത്, അങ്ങനെ എല്ലാം യുദ്ധത്തിൻ്റെതും വീടുകളും അച്ഛൻ്റെ അമ്മൻ്റെ ഫോട്ടോസ്, സ്റ്റോറീസ്, അതേപോലെ ഫോർട്ടുകൾ, ടിപ്പു സുൽത്താൻ ഫോർട്ട്, അങ്ങനത്തെ ഒരുപാട് നല്ല കുറേ കാര്യങ്ങൾ, യൂസ് ചെയ്തിരുന്ന വാളുകൾ. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ ഒരു സിൽക്കൺ ക്ലോത്ത് പാൻറ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു ക്യാപ്പും അതുപോലെ തന്നെ ഒരു ടോപ്പും കാണിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം ടിപ്പു സുൽത്താൻ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു റൗണ്ടിലുള്ള അങ്ങനത്തെ. അതേപോലെ മിസൈലിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഇതായിരുന്നു ടിപ്പു സുൽത്താൻ്റെ കോട്ടും ക്യാപ്പും. അങ്ങനെ ഒരുപാട് നല്ല ടിപ്പുവിൻ്റെ നല്ല നല്ല നമ്മൾ ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് ഇതാവുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെ ആയിരുന്നു. ടിപ്പു സുൽത്താൻ്റെ ഖബർ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബർ, ഫാമിലി ഖബർ, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫോർട്ട് ആയിരുന്നു ഇത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട്, അതായത് ടിപ്പുവിൻ്റെ ഫാമിലി, ടിപ്പുവിൻ്റെ ഭാര്യ, മരുമക്കൾ, അതേപോലെ റിലേറ്റീവ്സ്, ആൻറ്റി, അങ്കിൾസ്, അങ്ങനെ എല്ലാവരുടെ ഖബറും ഇവിടെ ഉണ്ട്. ഇവിടെ പുറത്തു കൂടി തന്നെ ഒരുപാട് ഖബറുകളുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ചെറിയൊരു ഷോർട്ട് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡല്ല, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്. അറിയാതെ എടുത്തു പോയതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണാം. ഇവിടെയാണ് ടിപ്പു സുൽത്താൻ. ഈ യെല്ലോ പൂ ഇട്ടതാണ് ടിപ്പു സുൽത്താൻ്റെ ഖബർ. അതിൻ്റെ അപ്പുറത്ത് ഉപ്പാൻ്റെ ഖബറും അതിൻ്റെ അപ്പുറത്ത് ഉമ്മാൻ്റെ ഖബറുമാണ്. അങ്ങനെ മറ്റേ ആൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. സോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, മൂപ്പരെ ഖബർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് കുറച്ച് ദിവസം അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ടിപ്പു സുൽത്താൻ്റെ ഫോർട്ടിക്ക് വന്നു. ഇവിടെ അച്ഛൻ്റെ വീട്, ടിപ്പു സുൽത്താൻ്റെ ഉപ്പാൻ്റെ വീട്, അതേപോലെ പള്ളി, ജയില്, അങ്ങനെ കുറച്ച് ഏരിയാസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അതൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുറേ ക്ലിപ്സ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിവേ നമ്മൾ പോയത് ഗുണ്ടൽപേട്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങളെ നമ്മൾ കണ്ടു. ഇത് പുള്ളിമാന്, അതേപോലെ നമ്മൾ ആനനെ കണ്ടു, അതേപോലെ കാട്ടുപോത്തിനെ കണ്ടു, പന്നികളെ കണ്ടു. അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ ഞങ്ങൾക്ക് ഗുണ്ടൽപേട്ട് വഴി നാട്ടിലേക്ക് പോയപ്പോൾ കാണാൻ പറ്റി. അങ്ങനെ അവിടെ വണ്ടിയൊന്നും നിർത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ മൂവ് ചെയ്തപ്പോഴാണൊക്കെ കണ്ടത്. ഒരുപാട് മാനുകളെ കാണാൻ പറ്റി. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത വിഷമമായിരുന്നു. ഒരു ആനനെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ നമ്മൾ തിരിച്ചു പോന്നപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടു. ഇതുപോലെ കാട്ടുപോത്ത്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസിനെ. കാട്ടുപോത്തിനെ ഞങ്ങൾ റോഡിൻ്റെ സൈഡിലാണ് കണ്ട്. ഞങ്ങളൊന്ന് പേടിച്ചു. എന്താണെന്നറിയില്ലല്ലോ. എവിടെ കണ്ടേന്നുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെന്തായാലും കാണാം. കണ്ട മൃഗങ്ങളൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വേഗം വീഡിയോസ് ആക്കിയിട്ടുണ്ട് പോണ വഴിക്കും. അപ്പോൾ ഇത് പോകുന്ന റൂട്ടാണ്. ഇവിടെ ഈ കാട് ഏരിയയിലുള്ളൊരു സ്പോട്ടാണിത്. ഇവിടെ അങ്ങനെ ആരെന്നൊക്കെ ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ തമിഴ്നാട്ടുകാർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടുകാർ കേരളത്തിൽ വരുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല. അങ്ങനെയാണെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാട്ടിലൂടെ. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഒരു നൈസ് ക്ലൈമറ്റ് ആയിരുന്നു. കാരണം വെയിലൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം പന്നികളെ കണ്ടു. പന്നികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവർ ഭയങ്കര പോക്കാണ്. എനിവേ ഞങ്ങൾ അടുത്ത മൃഗങ്ങളെ കണ്ടതും കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഇവിടെയായിരുന്നു ഞാൻ കാട്ടുപോത്തിനെ കണ്ടു. നിങ്ങൾ കണ്ടോ? ഞാനും കണ്ടു. അങ്ങനെ നമ്മളത് കണ്ട് നമ്മൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല കോട കാണുന്നുണ്ട്. നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ. അവിടെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ വണ്ടി അവിടെ നിർത്തി അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കണ്ട് ഒരു 9 മണിയായപ്പോൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ നല്ല കോടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാൻ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത് കണ്ട് നമ്മളെ പരിപാടി ഇവിടെ കഴിയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ.